അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ MR അജിത് കുമാറിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണെന്നുള്ള രേഖ മീഡിയ വണ്ണിന്. വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത്. മുഖ്യമന്ത്രി അംഗീകാരം നൽകിയതിനെ വിജിലൻസ് കോടതി ഉത്തരവിൽ ചോദ്യം ചെയ്തിരുന്നു. ഏപ്രിൽ 16-നാണ് വിജിലൻസ് റിപ്പോർട്ട് കൈമാറിയത്. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഇതൊരു ഞെട്ടിക്കുന്ന വിവരമല്ല, സ്വാഭാവികമായി നടക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു കാര്യമായ അന്വേഷണം ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ നടത്താതെ മുഖ്യമന്ത്രി എങ്ങനെ ഇതിന് അംഗീകാരം നൽകിയെന്ന ചോദ്യം വിജിലൻസ് കോടതി ചോദിച്ചതാണ്. ഇപ്പോൾ ഈ രേഖയുടെ ഉള്ളടക്കം കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്ന. ഈ റിപ്പോർട്ട് തള്ളിയ കോടതിയാണ് ആ ഓർഡറിൽ വളരെ വ്യക്തമായ ഒരു കാര്യം ചോദിച്ചിരുന്നത്. ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണ് സമർപ്പിച്ചതെന്നുള്ള കാര്യം വിജിലൻസ് കോടതിയിൽ അറിയിച്ചിരുന്നു. അതെങ്ങനെ പറയാനാകും എന്നുള്ളൊരു കാര്യമായിരുന്നു, സുപ്രധാനമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരുന്നത്. സ്വാഭാവികമായി ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആണ് ഇതിന്റെ തലവനെങ്കിലും ഭരണപരമായ ചുമതല അതിന്റെ നിയന്ത്രണം അദ്ദേഹത്തിനാണെങ്കിൽ പോലും, പക്ഷേ ഈ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്നുള്ള കാര്യമാണ് അന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നത്. ആ ഒരു സുപ്രധാനമായ ചോദിച്ചുകൊണ്ട് ആ ഉത്തരവിൽ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കോടതി ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയും ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്, ഇതിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ല ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയത്. ആഭ്യന്തര വകുപ്പ് ആണ് ഇത്തരത്തിൽ വിജിലൻസിനോട് അന്വേഷണം ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് അത് പരിഗണിക്കുകയും അത് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെ സമർപ്പിച്ചതെന്ന് പറയുകയും ചെയ്തിരുന്നത്. അവിടെയാണ് സേവിതൻ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാര്യമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് കോടതി തന്നെ കണ്ടെത്തിയ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അംഗീകാരം ഇത്തരത്തിൽ വന്നത്? കൃത്യമായി അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ള തെളിവുകൾ പരിശോധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആരെ സംരക്ഷിക്കാനായിരുന്നു ഇതിൻ്റെ ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാകുകയാണ്. മാത്രമല്ല, നേരത്തെ തന്നെ പലതരത്തിലുള്ള ആരോപണം അജിത് കുമാറിനെതിരെ ഉയർന്നു വരുന്ന സമയങ്ങളിലെല്ലാം കടുത്ത നടപടി വേണമെന്ന് LDF-ലെ CPI ഒക്കെ ഉന്നയിക്കുമ്പോഴും അത്തരം നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നില്ല. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് അത്തരത്തെ സംരക്ഷിക്കുകയാണെന്നുള്ളൊരു ആരോപണം നിലനിൽക്കുകയും ചെയ്യുമായിരുന്നു. എന്തായാലും അതൊക്കെ വളരെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു രേഖ തന്നെയാണ്, ഔദ്യോഗിക രേഖ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ യാതൊരു തരത്തിലുള്ള കോടതി തന്നെ കണ്ടെത്തിയ യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുള്ളതെന്ന് സംബന്ധിച്ച റിപ്പോർട്ട് അജിത് കുമാറിന് വേണ്ടി ആഭ്യന്തര വകുപ്പിൽ ആരൊക്കെയോ ഇടപെട്ട് അത് അംഗീകാരം നൽകിയിരിക്കുന്നു. അത് മുഖ്യമന്ത്രി തന്നെ അംഗീകരിച്ചു എന്നത് വ്യക്തമാകുകയാണ് ഇതിലൂടെ.